ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞാനൊരു തനി നാടൻ രീതിയിലുള്ള ഒരു ബീഫ് കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല തിക്ക് ഗ്രേവിയോട് കൂടിയിട്ടുള്ള ബീഫ് കറിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 2 കിലോനോളം ബീഫ് കഴുകി വൃത്തിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 സവാള അരിഞ്ഞതും പിന്നെ ഒരു 2-3 തക്കാളി അരിഞ്ഞതും മീഡിയം സൈസിലുള്ള ഒരു 3 തക്കാളി അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 2 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം മുളക് പൊടിയും ഒരു 2 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടിയും പിന്നെ ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ഒരു 1/4 ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടിയും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് കൈയോടെ തന്നെ നല്ല പോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കലാന്ന്. അപ്പോൾ ഇതൊന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇതിനി ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വേവിച്ചിട്ടെടുക്കാം. അപ്പോൾ ഒരു 6-7 വിസിലിട്ടിട്ട് ബീഫ് ഒന്ന് വേവിച്ചിട്ടെടുക്കലാന്ന്. പിന്നെ ബീഫ് കറിയിലേക്ക് വേണ്ട ഒരു സ്പെഷ്യലായിട്ടുള്ള മസാലപ്പൊടി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂണ് കുരുമുളകും 2 ടേബിൾ സ്പൂണ് വലിയ ജീരകം 2 ടേബിൾ സ്പൂണ് മല്ലിയും മുതുമൻ മല്ലിയും പിന്നെ ഒരു 6-7 നാടൻ മുളകും പിന്നെ പട്ട ഏലക്ക ഗ്രാമ്പു പിന്നെ ബേ ലീഫ് അതെല്ലാം ഇട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. എന്നിട്ട് അതൊരു മിക്സിയുടെ ജാറിൽ ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ ചൂടായതിനു ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് എണ്ണ ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ഒരു 1/4 കഷ്ണം സവാള ഇരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ട് എന്നിട്ട് പിന്നെ ഇതിലേക്ക് ഒരു കപ്പോളം തേങ്ങ ചിരകിയതും അതും ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഏകദേശം ഒന്ന് ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനിയിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് ഒരു 1-2 മിനിറ്റ് നേരം റോസ്റ്റ് ചെയ്തിട്ട് വെക്കാം. എന്നിട്ട് ഇത് മാറ്റി വെക്കാം. അപ്പോൾ ഇത് അപ്പോഴത്തേക്ക് ഇത് ബീഫ് നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് ഒരു മണ്ണിൻ്റെ ചട്ടിയിലേക്ക് കുറച്ച് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഒരു 1/4 കപ്പോളം ചെറിയുള്ളി അരിഞ്ഞത് അത് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് വഴിച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം വേവിച്ചിട്ട് വെച്ച ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് കൊടുത്തിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് വരെ കുക്ക് ചെയ്തിട്ട് എടുക്കാം. അതിനുശേഷം ഇതാ നേരത്തെ പൊടിച്ച് വെച്ച മസാലപ്പൊടിയില്ലേ അതൊന്ന് ഫുള്ളായിട്ടൊന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ വറുത്ത് വെച്ച തേങ്ങയും ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുത്തിട്ട് ഇതും ഒന്ന് ഒരു മൂടി വെച്ചിട്ട് ഒരു 1-2 മിനിറ്റ് നേരം കുക്ക് ചെയ്തിട്ട് എടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം കുക്ക് ചെയ്തിട്ട് എടുക്കാൻ. അപ്പോൾ ദാ നമ്മുടെ ബീഫ് കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ലാസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുത്തിട്ട് ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്താൽ നല്ല അടിപൊളി നാടൻ ബീഫ് കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. കൂടെ കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇൻഷാല്ല ഇനിയും ഇങ്ങനത്തെ പുതിയ റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.